ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ എണീറ്റു, പാൽ ചായ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് കാടമുട്ട പുഴുങ്ങാൻ വെച്ചു. പിന്നെ ഇക്കാക്കുള്ള ഹോട്ടലിലേക്കുള്ള ഫുഡൊക്കെ വീട്ടിൽ നിന്നാണ് കേട്ടോ റെഡിയാക്കാറ്. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് കറി റെഡിയാക്കി. അടുത്തതായിട്ട് ബീഫാണ് കേട്ടോ റെഡിയാക്കുന്നത്. അതിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചു. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ മീറ്റ് മസാലയും ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തു. അതിലേക്ക് ബീഫ് വേവിച്ചത് ഇട്ട് കൊടുക്കുക. ബീഫ് വേവിച്ചത് തക്കാളിയും പച്ചമുളകും അതുപോലെ തന്നെ സവാളയും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് വേവിച്ചതാണ് കേട്ടോ. അതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വട്ടുപത്തിരിയാണ് കേട്ടോ. ഇതും ഇക്കാൻ്റെ കടയിലെ ഒരു സ്പെഷ്യലാണ്. അപ്പോൾ അതിക്കാണ് ഇങ്ങനെ വട്ടാക്കി തന്നത്. ഞാനതെല്ലാം പൊരിച്ചെടുത്തു. ഇനി നമുക്ക് പഴം പൊരിച്ചെടുക്കാം. മാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പഴവും റെഡിയാക്കി. അങ്ങനെ മോൾക്ക് മദ്രസയിൽ പോകാൻ ടൈമായി. അപ്പോൾ അവളെ വിളിക്കുകയാണ് കേട്ടോ. അവളെ വിളിച്ചുണർത്തി. അപ്പോഴേക്ക് 5:45 6:30 ആവണം അവൾ പോവാൻ. അപ്പോൾ പാൽച്ചായയും കാടമുട്ടയും അവൾക്ക് മദ്രസയിൽ പോകുന്നതിന് മുന്നേ തന്നെ കൊടുത്തു. അങ്ങനെ എല്ലാം റെഡിയായി. ഇക്ക പോയിട്ടോ. 6:30 ഒക്കെ പോയത്. അങ്ങനെ 6:30 തന്നെ മോൾക്കും മദ്രസയിൽ പോകണം. അങ്ങനെ മോളെയും ഇക്കാൻ്റെ കുട്ടികളെയും കൂടിയിട്ട് മദ്രസയിൽ കൊണ്ടാക്കാൻ പോവുകയാണ്. വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ മദ്രസ. ഈ നായ്ക്കളുടെ പേടി കൊണ്ട് കൊണ്ടാക്കി കൊടുക്കാറാണ്. അങ്ങനെ അവരെ അവിടെ ആക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നു. ഇനിയും ഒരുപാട് പണികളുണ്ട്. ഇക്കാക്ക് ഫുഡൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഫുള്ള് ക്ലീനാക്കി. ഇനി മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് റെഡിയാക്കണം. അതിന് വേണ്ടി ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അപ്പോഴേക്കും മോൻ എണീറ്റ് വന്നു. അവനക്കും ചായയും കാടമുട്ടയും കൊടുത്തു. ഇനി അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഉപ്പേരിക്കായിട്ട് മുരിങ്ങയിലത്തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവനും എന്നെ സഹായിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അവൻ അതിൻ്റെ തണ്ടൊക്കെ അതിൽ കിട്ടു. അങ്ങനെ ചോറും ഉപ്പേരിയും റെഡിയായി. ഓമക്കായ അച്ചാറും കൂടി കൊടുത്തു. പപ്പടവും ഉണ്ട്. അങ്ങനെ അവരുടെ കിറ്റ് റെഡിയാക്കിയിട്ട് മോനെ കുളിപ്പിച്ച് റെഡിയാക്കുകയാണ് കേട്ടോ. മോള് മദ്രസയിൽ നിന്ന് വരുമ്പോഴേക്കും അവനെ റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവളെ റെഡിയാക്കിയാൽ മതിയല്ലോ. അങ്ങനെ അവളെ കുളിച്ച് റെഡിയാക്കി. അപ്പോഴേക്കും 8 മണിയായിട്ടോ. അപ്പോൾ മോള് മദ്രസ ഇട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ അവൾക്ക് എന്തോ ഒരു വാശി, ഒന്നൊന്ന് ചിരിക്കുക. അങ്ങനെ അവർക്കുള്ള ദോശയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. മൈദ കൊണ്ട് മൈദ ദോശയും ബീഫ് കറിയും കൂട്ടി അവർ രാവിലത്തെ ഫുഡ് കഴിച്ചു. അങ്ങനെ അവരും പോയി. ഇനി അലക്കാനുണ്ട് കേട്ടോ കുറേ. അപ്പോൾ അതെല്ലാം ഞാൻ അലക്കി വാർപ്പിൻ്റെ മുകളിൽ കൊണ്ടുപോയി നിവർത്തിയിട്ടു. എന്നിട്ട് ഞാൻ ചായ കുടിച്ചു. ഇനി ഇക്കാക്ക് ഉച്ചക്കുള്ള ഫുഡ് റെഡിയാക്കണം. എല്ലാ ഫുഡും ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ റെഡിയാക്കാറ്. ഒക്കെ റെഡിയായി കഴിഞ്ഞാൽ ഇക്ക വന്ന് കൊണ്ടുപോകാറാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ നമുക്ക് ഫസ്റ്റ് മീൻകറി തയ്യാറാക്കാം. അയിലക്കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അയില മുളക് ഇടുകയാണ് കേട്ടോ. അങ്ങനെ മീൻകറി അവിടെ റെഡിയാക്കി വെച്ചു. കാബേജ് അരിഞ്ഞെടുത്ത് ഉപ്പേരിണ്ടാക്കി. അങ്ങനെ ഉപ്പേരി റെഡിയായി. മീൻകറിയും റെഡിയാവാൻ തുടങ്ങി. ചോറിന് 2 കറി വേണം കേട്ടോ. അതിനായിട്ട് വെള്ളരിക്കക്കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇനി ചോറ് റെഡിയാക്കാനായിട്ട് വെള്ളം വെച്ചു. അരി ഇട്ടിട്ട് ഏകദേശം തിളച്ചു വന്നു. ഇനിയും വേവാൻ സമയമെടുക്കും. അപ്പോഴേക്കും ആകെയൊക്കെ ഒന്ന് അടിച്ചു വാരാന്ന് കരുതി ആകെ അലങ്കോലായിട്ട് എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും അടിച്ചു വാരി. കുട്ടികളും ഇക്കയും പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ കച്ചറാവും. അപ്പോൾ മുറ്റും അടിച്ചു വാരിട്ടോ. കുറച്ച് കഴിഞ്ഞാൽ വെയിലാവും. അപ്പോഴേക്കും മുറ്റും അടിച്ചു വാരി. മുറ്റൊക്കെ അടിച്ചു വാരി കഴിഞ്ഞപ്പോൾ ഉമ്മറും തുടച്ചു. ഉമ്മറും തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ അകത്തേക്ക് കയറിയ പിന്നെ പെട്ടെന്ന് പുറത്തേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് വേഗം ഉമ്മറും തുടച്ചു. കുട്ടികൾക്കും ഇക്കാക്കും ലീവില്ലാത്ത ദിവസം
എനിക്ക് ഭയങ്കര ബിസിയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ദിവസം. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഇനി തുടക്കമാണ് കേട്ടോ. എല്ലാ പണികളും ഒപ്പം ചെയ്യും. ഒരു പണി കഴിഞ്ഞ് ഒരു പണി ചെയ്യട്ടെ എന്ന് വെച്ചാൽ സമയം ഒരുപാടാവും. അപ്പോൾ കൂടെ തന്നെ എല്ലാ പണിയും ചെയ്യും. അപ്പോഴേക്കും ചോറ് റെഡി ആയിട്ടോ. അപ്പോൾ ഞാനിവിടെ ചോറ് ഊറ്റി വെച്ചിട്ടാണ്. 2 പണിയും ഒരുമിച്ചാണ് കേട്ടോ നടക്കുന്നത്. എന്നാലേ വേഗം പണികൾ തീരുള്ളൂ. അങ്ങനെ ചോറും കറികളൊക്കെ റെഡിയായി, ഒക്കെ വരാറായി തുടങ്ങി. അപ്പോൾ പപ്പടം കാച്ചിയാണ് കേട്ടോ. പപ്പടം കാച്ചി കഴിയുമ്പോഴേക്കും ഇക്ക വന്നു, ഫുഡൊക്കെ റെഡിയാക്കി. ഇക്ക ഫുഡും കൊണ്ട് പോയി. അങ്ങനെ അടുക്കള ഞാൻ ക്ലോസ് ചെയ്തു. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു. 1 മണി കഴിഞ്ഞു കേട്ടാ. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഉമ്മറത്ത് വന്നിരിക്കുകയാണ്. ഇനി പണികളൊന്നുമില്ല കേട്ടോ. ഇനി വൈകുന്നേരം ഉള്ളൂ. ഇനി കുട്ടികൾ വരുന്നത് വരെ റെസ്റ്റിംഗ് ടൈമാണ്. 4:30 ആവും കേട്ടോ അവർ വരാൻ. അപ്പോൾ താങ്ക് യു.